അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടാവും. ആ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി എന്റെ പ്രാർത്ഥനയിൽ അവരും ഉണ്ടാവും. അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന വാക്കും കൊടുത്തിട്ടാ ഞാൻ വന്നേ. നീ ഒന്ന് നിന്നേ. എന്താ നന്ദേട്ടാ? നീ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? നന്ദേട്ടൻ തന്നുവിട്ട പണം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് എത്തിച്ചോ എന്ന് സംശയമുണ്ടോ? സംശയമുണ്ട്. അതാ വീണ്ടും ഞാൻ ചോദിച്ചത്. നന്ദേട്ടാ, എന്ത് ഞാൻ ക്ഷമിക്കും, സഹിക്കും. പണത്തിന്റെ കാര്യത്തിൽ മാത്രം എന്നെ സംശയിക്കരുത്. അല്ല, അതെന്താ നന്ദേട്ടൻ ഇപ്പൊ അങ്ങനൊരു സംശയം? ഞാൻ തന്നുവിട്ട പെട്ടിയിലെ പണം ഇല്ലാതിരുന്നത് കൊണ്ട്. ഞാൻ തന്നുവിട്ട പണമല്ലേ നീ എല്ലായിടത്തും കൊടുത്തു എന്ന് ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞത്? 1 രൂപ പോലും ആ പെട്ടിയിലില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ ഓർഫണേജിൽ കൊടുത്തതും മദർ നിന്നെ കെട്ടിപ്പിടിച്ചതും? നീ ഞെട്ടണ്ട, കാര്യം ഇത്രയേ ഉള്ളൂ. നീ പറഞ്ഞതൊക്കെ കള്ളമാണ്, പച്ചക്കള്ളം. ഇല്ലാത്ത പണം നീ എല്ലാവർക്കും കൊടുത്തു അല്ലേ? ഇനിയും നീ ഇവിടെ ആരെയും പറഞ്ഞു പറ്റിക്കാന്ന് കരുതണ്ട. എടുത്ത് എന്താ കരുതിയത്? ഞങ്ങളെ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാന്നോ? ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ എത്ര തവണ കള്ളം പറഞ്ഞ് ഏട്ടത്ത് ഞങ്ങളെ ചതിച്ചിട്ടുണ്ട്, പണം തട്ടിയെടുത്തിട്ടുണ്ട്. സച്ചി, നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? ഏടത്തി നിന്നെ പറ്റിച്ചെന്നോ? സത്യം അറിയാതെ നീ വെറുതെ. സത്യം മുഴുവൻ അറിഞ്ഞതുകൊണ്ടാ ഏട്ടൻ ചോദിച്ചത്. പണം തട്ടിയതിലല്ല ഞങ്ങൾക്ക് സങ്കടം, ചെയ്തിട്ടൊന്നും അറിയാത്ത പോലെ ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ചത് ഓർത്തിട്ടാ. എത്ര പണം വേണമായിരുന്നു ഏട്ടത്തിക്ക്? ഞങ്ങളോട് ചോദിച്ചില്ലെങ്കിൽ തരുമായിരുന്നില്ലേ? അതിന് സതിക്കണമായിരുന്നോ? മോനെ, ഏടത്തി ഒന്നും പറയണ്ട. ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോ പഴയതൊക്കെ മറന്ന് ഓരോന്ന് പറയുവല്ല. ഞങ്ങളെ വളർത്തി വലുതാക്കിയതൊക്കെ ഏട്ടത്തി തന്നെയാ, സമ്മതിച്ചു. ഞങ്ങളെക്കാൾ കൂടുതൽ ഏട്ടത്തി സ്നേഹിച്ചത് പണത്തിനായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത്. ഇനിയൊരമ്മയുടെ നാടകം ഏട്ടത്തി കളിക്കണ്ട. സ്നേഹേ, പഴയ പോലെ എന്നോട് ദേഷ്യപ്പെടാനും അൻസറിനെ പഠിപ്പിക്കാനൊന്നും വരണ്ട. നിനക്കിപ്പോഴും കാര്യമൊന്നും മനസ്സിലായില്ല അവന്തിയെ. അതെന്താണെന്ന് നീ കേട്ട് മനസ്സിലാക്കണ്ട, കണ്ട് മനസ്സിലാക്കിയാ മതി. അതിരെ വാ. ഇതിനപ്പുറം ഇനി ഇവിടെ ആരെങ്കിലും സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഏട്ടത്തിയോട്? കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് നെല്ലിശ്ശേരി എന്ന കമ്പനിയെയും നെല്ലിശ്ശേരി എന്ന കുടുംബത്തെയും ചതിച്ച് കോടികൾ തിരിമറി നടത്തിയ സംഭവങ്ങൾ എല്ലാം അക്കമിട്ട് പറഞ്ഞു കഴിഞ്ഞു ടീന ഇവിടെ. അനാഥാലയത്തിൽ കൊടുക്കാനുള്ള പൈസ മുതൽ
ചെന്നൈ ഓഫീസിലേക്ക് കൊടുക്കാനുള്ള പൈസ വരെ എടുത്തു മറിച്ച് സ്വന്തം അക്കൗണ്ടിലാക്കിയ കഥ പറഞ്ഞ് മാപ്പുസാക്ഷിയായിട്ട് നിൽക്കുക ടീന ഇപ്പൊ ഇവിടെ. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ചില ആൾക്കാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞതല്ലേ എന്റെ അനുപേട്ടൻ പണം എടുക്കില്ല എന്ന്. അപ്പൊ എന്നെ എന്റെ കുടുംബത്തെയും അധിക്ഷേപിച്ചില്ലേ നിങ്ങള്? പൈസ എല്ലാം നിങ്ങൾ തന്നെ തട്ടിയെടുത്തിട്ട് അതെല്ലാം എന്റെ പാവേട്ടന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. ഒരു ജീവനെ വയറ്റിലിട്ടിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ശിക്ഷ ചെയ്ത്. ഇപ്പൊ മനസ്സിലായില്ലേ അവന്തികെ, ഈ വീട്ടിലുള്ളവർക്കെല്ലാം നിന്നോട് എന്തുമാത്രം അമർഷം ഉണ്ടായിരുന്നു എന്ന്? നിന്റെ മുഖത്ത് നോക്കി ഇവരെല്ലാം ഇത് പറയണമെങ്കിൽ നീ എന്തുമാത്രം ഉപദ്രവങ്ങളാവും ഇവിടെ ചെയ്തിട്ടുണ്ടാവുക ഒന്ന് ഓർത്തു നോക്കി. നന്ദേട്ട, എനിക്ക് അത് ഒരു മാപ്പാണ് നീ പറഞ്ഞു വരുന്നതെങ്കിൽ അത് വേണ്ട. അങ്ങനെ മാപ്പ് തരേണ്ട കാര്യമല്ല നീ ചെയ്തു വച്ചിരിക്കുന്നതൊന്നും. പ്രത്യേകിച്ച് ഈ ഞാൻ നിനക്ക് മാപ്പ് തരത്തില്ല. അച്ഛാ, എനിക്കറിയാം അച്ഛന് താങ്ങാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തതെന്ന്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഒരു മനുഷ്യനും ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയിട്ട് നീ എന്നോട് മാപ്പിരക്കുന്നോ? നീ ഈ വീട്ടിലെ ആരാന്നറിയോ? ഇവരുടെയൊക്കെ ആരാന്നറിയോ? മൂത്ത ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ അമ്മ. നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും പരസ്യമായി മാപ്പ് പറയാനും? ഇതേ മുഖഭാവത്തോടെ നീ പലതവണ എന്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ മനഃപൂർവ്വമായി ക്ഷമിച്ചിട്ടുമുണ്ട്. ഇനി അത് നടക്കില്ല. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വേലി തന്നെ വിളവ് തിന്നാൻ നോക്കിയാൽ ആ വേലി ഞാനങ്ങ് പൊളിച്ചു കളയുമെന്ന്. വിശ്വാസവഞ്ചന എന്നെ കൊല്ലുന്നതിന് തുല്യ. അത് മക്കളായാലും ശരി, മരുമക്കളായാലും ശരി. നീ നേരത്തെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. നീ അനാഥയായതുകൊണ്ട് അനാഥ കുട്ടികളുടെ വിഷമം നിനക്ക് വേഗത്തിൽ മനസ്സിലാവുമെന്ന്. അങ്ങനെ ഒരു മനസ്സ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികളുടെ ഭക്ഷണ പൈസ കൂടി നീ തട്ടിയെടുക്കുമായിരുന്നോ? ഞാൻ ഇപ്പൊ നിനക്ക് തന്ന ഈ അടി എന്നെയും എന്റെ മക്കളെയും ചതിച്ചതുകൊണ്ട് മാത്രമല്ല, അച്ഛനും അമ്മയും ഇല്ലാത്ത കുറെ പാവം കുട്ടികളെ എന്റെ പേര് പറഞ്ഞ് ചതിച്ചതിനും കൂടിയാ. ആ, എനിക്കിത് വേണം. മരുമകളായി കാണേണ്ട നിന്നെ ഞാൻ മകളായി കണ്ട് സ്നേഹിച്ചു, വിശ്വസിച്ചു. കുറെ പണം പോയതിലല്ല, അതിനെയും വരും.
പക്ഷെ പോയ വിശ്വാസം ഇനി വരില്ല. അച്ഛാ, ഞാൻ തെറ്റുകാരി തന്നെയാ, അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് മാപ്പ് തരില്ലെന്ന് അച്ഛൻ പറഞ്ഞും കഴിഞ്ഞു. എനിക്കൊരു അപേക്ഷയുള്ളൂ. നന്ദേട്ടന്റെ കൂടെ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അച്ഛാ. എന്നോട് ആരും ക്ഷമിച്ചില്ലെങ്കിലും എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം. നന്ദേട്ടന്റെ താലിയും കഴുത്തിലിട്ട് എന്നെ ഇവിടെ നിറക്കി വിടരുത്. ഞാൻ തെറ്റ് ചെയ്തവള് തന്നെയാ. പക്ഷെ ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയോർത്ത് എന്നെ ഇവിടെ തുടരാൻ അനുവദിക്കണം. മുൻപായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞാൻ നടപ്പിലാക്കിയേനെ. പക്ഷേ ഇപ്പൊ അവന്തികയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല, നന്ദന. അതുകൊണ്ട് നന്ദൻ തന്നെ തീരുമാനിക്കട്ടെ. എന്റെ ഭാര്യ എന്ന രീതിയിലല്ല അച്ഛാ, എന്നെ മാത്രമല്ല ഇവള് ചതിച്ചിരിക്കുന്നത്, ഈ കുടുംബത്തെ മുഴുവനുമാ. അപ്പോ ഗൃഹനാഥനായ അച്ഛൻ തന്നെ തീരുമാനം എടുക്കുന്ന അതിന്റെ ശരി. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും പണമാണ് ഇവളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് വേണേലും തീരുമാനിക്കാം. ഇവളുടെ ഭർത്താവ് എന്നതിലുപരി ഒരു മകനായി നിന്നുകൊണ്ട് ഞാൻ ആ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യും. അച്ഛൻ തന്നെ പറഞ്ഞാട്ടെ. ശരി, തീരുമാനം ഞാൻ പറയാം. ഇപ്പോ ഈ നിമിഷം അവന്തിക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇനിയുള്ള കാലം നമ്മുടെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലോ മറ്റോ നിനക്ക് താമസിക്കാം. ഈ ഒരു ഔദാര്യം നിന്നോട് ഞാൻ ക്ഷമിച്ചതുകൊണ്ടല്ല, എന്റെ മകന്റെ ഭാര്യ എന്ന ബന്ധം താലി അറുക്കാതെ മുന്നോട്ട് പോകണമെന്ന് കരുതിയിട്ടാ. നാളെ തന്നെ നീ കൈക്കലാക്കിയ എല്ലാ പണവും അതിന് അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കണം. ഇനി ഒരു കാര്യത്തിനും നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. നീ നേരത്തെ പറഞ്ഞത് മുഖവിലക്കെടുത്താൽ നിനക്കിവിടെ അല്ലാതെ എവിടെ വേണമെങ്കിലും എന്റെ മോനോടൊപ്പം കഴിയാം. അവൻ നിന്നോടൊപ്പം ഇപ്പൊ ഇറങ്ങിയാലും ഞാൻ അവനെ തടയില്ല. എന്റെ അച്ഛനെയും സഹോദരങ്ങളെയും ചതിച്ച ഇവൾ നാളെ എന്നെയും ചതിക്കും. എനിക്കുറപ്പാ അത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളോടൊപ്പം പോകുന്നില്ല. നീ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ശിക്ഷയാണിതെന്ന് എനിക്കറിയാം. അത് മനഃപൂർവ്വ. എന്റെ മകന്റെ താലി ഓർത്തിട്ടല്ല അത്. ജീവന്റെ ജീവനായി ഞാൻ കൊണ്ടുനടന്ന എന്റെ ചങ്ങാതിയെ ഓർത്തിട്ട്. വിനയചന്ദ്രൻ എന്ന നിന്റെ അച്ഛനെ ഓർത്തിട്ട്.
അവന്തിയേക്ക് ഇറങ്ങാം. അച്ഛാ, ഞാൻ ഇനി ഈ കാര്യത്തിൽ എനിക്കൊന്നും കേൾക്കാനില്ല, ഒന്നും പറയാനുമില്ല. ശരി, ഇനി ആരുടെയും കാല് പിടിക്കാൻ ഞാനില്ല. എനിക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ തുടർന്നിട്ടിപ്പോ എന്തിനാ? സ്വന്തം ഭാര്യയ്ക്ക് സ്ഥാനമില്ലാത്ത വീട്ടിൽ തുടരണോ വേണ്ടയോ എന്നുള്ള അവകാശം ഞാൻ എൻ്റെ ഭർത്താവിന് വിടുന്നു. ഈശ്വരൻ എന്ന് പറയുന്നതേ ഒരാളുടെ മാത്രം സ്വന്തം അല്ല എടുത്തി. എപ്പോഴും കൂടെ നിന്ന് രക്ഷിച്ചെടുക്കുമെന്നും കരുതണ്ട. എന്താ ഡോക്ടർ, എന്തു പറ്റിയത് അവൾക്ക്? അവന്തിക ഗർഭിണിയാണ്. ഭാഗ്യത്തിന് അന്നേലത്ത് വീണപ്പോ ഒന്നും പറ്റാത്തത്. ഒരു 4-5 മാസം വരെ ശ്രദ്ധിക്കണം. അധികം ദേഹം അനങ്ങാതെ നോക്കണം. ടാക്സിയിലുള്ള യാത്രയൊക്കെ ഒഴിവാക്കി എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നതാ നല്ലത്. ഒരാഴ്ച കഴിയുമ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാ മതി. ശരി ഡോക്ടർ. ശരി. അച്ഛാ, അല്ല, ഈ അവസ്ഥയില് ഏട്ടത്തി എങ്ങനെയാ? നിങ്ങളെയൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ ഒഴിഞ്ഞു തന്നേക്കാം. അനഘയുടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അച്ഛനും ഏട്ടന്മാരും തീരുമാനം എടുത്തോളും. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടത്തിന് ഞാനും എന്റെ ചേച്ചി ഇവിടെ നിൽക്കുന്നില്ലെങ്കിലോ? അനക്കേ, നീ ആവശ്യമില്ലാതെ വാശി കാണിക്കരുത്. ഏട്ടത്തി ചെയ്ത കുറ്റം നീ എന്തിനാ മൂടി വെക്കുന്നത്? അതിനുള്ള ശിക്ഷ കൽപ്പിച്ചു കഴിഞ്ഞല്ലോ. ഇനി അത് നടപ്പിലാക്കല്ലേ വേണ്ടു. ഞാനും ഇറങ്ങ ചേച്ചിയുടെ കൂടെ ഇവിടുന്ന്.
ചേച്ചിയെ വിളിക്കാൻ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അനക്ക പറഞ്ഞില്ലെങ്കിലും ഞാൻ പോകാൻ തീരുമാനിച്ചത് തന്നെയായിരുന്നു. ഇന്നായാലും ഞാൻ ഈ വീട് വിട്ട് പോകേണ്ടവളാ. അത് പക്ഷേ കുറച്ച് പണത്തിന്റെ പേരിൽ ഒരു കള്ളിയായി മുദ്രകുത്തി ഇറക്കി വിടുന്ന ഞാൻ കരുതിയില്ല.